ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിക്കട്ടെ ഞാൻ എല്ലാവർക്കും. ഹലോ, ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നാടൻ കോഴിയാണ് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 കിലോ ഉണ്ട് ചിക്കൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ആവശ്യമാണ്, കൂടാതെ തക്കാളിക്ക് ആവശ്യമാണ്. ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ബസ്മതി റൈസ് ഒരു 30 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് കുതിർക്കണം. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ്സ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ആവശ്യമാണ്, മല്ലിയിലയും ആവശ്യമാണ്. പുതിനയിലയും മല്ലിയിലയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/2 സ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കൂടാതെ ഇതിലേക്ക് മുളക് പൊടി കൂടി നമുക്ക് ആവശ്യമാണ്. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇത് മതിയാകും. ഇതിലേക്ക് 1/2 സ്പൂൺ തൈര് കൂടി ചേർക്കുക. 1/2 സ്പൂൺ തൈര് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ട് വരട്ടെ. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചത് ചേർത്ത് കൊടുത്തു. പച്ചമുളകും ഉണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്ന പോലെ വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ വഴണ്ട് വരട്ടെ. അടച്ചു വെക്കാം നമുക്ക്. സവാള ഇവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്നുകൂടി വേവിച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളാണ് പറയാൻ പോകുന്നത്.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല, പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിരിയാണി മസാലയാണ്. നിറാപറയുടെ ബിരിയാണി മസാലയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം തക്കാളി വെന്ത് വന്നു. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ മസാല ഒരുവിധം പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ച് എടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇത് വേകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരട്ടെ. കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. റൈസ് ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ആദ്യമായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളകും തക്കോലവും ബേലീഫും ഒക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ തിളച്ച് വരട്ടെ. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് എത്ര അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി നമുക്ക് വെള്ളം എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. ഉപ്പിട്ട് കൊടുത്തു. തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഉപ്പ് നോക്കാം. കുറച്ച് നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി തിളച്ച് വരട്ടെ. അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു മൂടി വെച്ച് ഇതിനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. റൈസിൻ്റെ പരുവം അറിയാം നമുക്ക്. റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടാതെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിന് ശേഷം നമുക്ക് ഇതിനെ ദം ചെയ്തെടുക്കണം. ചിക്കൻ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി ഈ ഒരു പാനിലോട്ട് വെച്ച് മസാലയുടെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വരണം. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ വേവാൻ സമയമെടുക്കും. അപ്പോൾ നല്ലപോലെ വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ദം ചെയ്യാം. ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. സെമി ഗ്രേവി ആയിട്ട് വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. വെള്ളം വറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് ദം ചെയ്യാം. ഇത് ഇവിടെ സെമി ഗ്രേവിയുടെ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്.
നെയ്യ് തടവി വെച്ചിരിക്കുകയാണ്. എല്ലാ വശങ്ങളിലേക്കും നെയ്യ് തടവി കൊടുത്തു. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ബിരിയാണി റൈസാണ്. ബിരിയാണി റൈസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബിരിയാണി എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തതായിട്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ഗ്രേവി വീണ്ടും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഇട്ട് കഴിഞ്ഞു. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തു. വീണ്ടും മുകളിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കണം. ശേഷം കുറച്ച് ബിരിയാണി മസാലയും കൂടെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഇതിനൊരു കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇതിലേക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇതിനെ കവർ ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ലപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ദമ്മാവട്ടെ. അരമണിക്കൂറിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ബിരിയാണി ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. കുറച്ച് പപ്പടം എടുക്കുക, കുറച്ച് ഉള്ളി എടുക്കുക, കുറച്ച് തൈരും ചേർക്കുക, കുറച്ച് ചിക്കൻ എടുക്കുക. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിക്കട്ടെ ഞാൻ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.